പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ജനസംഖ്യയെ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതി, വിവിധ വിഭാഗങ്ങളുടെ സാമ്പത്തിക ഘടന, ഒപ്പം മതപരമാകുന്ന, അതായത് ഓരോ മതവിഭാഗത്തിലും പെടുന്ന ആളുകളുടെ എണ്ണം, ഇതെല്ലാം തിട്ടപ്പെടുത്തണമെങ്കിൽ അതിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് സെൻസസ് എന്നത്. യഥാർത്ഥത്തിൽ ഈ എല്ലാ ഡേറ്റകളും ശേഖരിച്ചുകൊണ്ടുള്ള സെൻസസ് രാജ്യവ്യാപകമായി നടന്നിട്ട് പതിറ്റാണ്ടുകളായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സെൻസസ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നതിൻ്റെ നേർചിത്രം അറിയുക എന്നതാണ്. പക്ഷേ പൊതുജനങ്ങൾ ഈ സെൻസസിനെ അങ്ങേയറ്റം തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് സെൻസസിൽ നമ്മുടെ യഥാർത്ഥ വിവരങ്ങൾ നൽകിയാൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായേക്കാം, നമുക്ക് പിന്നീട് പല തിരിച്ചടികളും ഒക്കെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് അത്തരം ആശങ്കകൾ. എന്നാൽ അതല്ല വസ്തുത. നമ്മുടേതായ എല്ലാ വിവരങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ തുറന്നു ബോധിപ്പിക്കുക. നമ്മുടെ ജീവിത നിലവാരം എത്രത്തോളം ഉയർന്നതാണ്, നമുക്ക് എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, നമുക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്നതെല്ലാം അറിയിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തലം സർക്കാരിന് ബോധ്യപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ സെൻസസ് നടത്തുന്നത്. ആ സെൻസസിൻ്റെ ഭാഗമായി, അതായത് 2027 സെൻസസിൻ്റെ ഭാഗമായുള്ള സ്വയം വിവരങ്ങൾ സമർപ്പിക്കലിനുള്ള സമയപരിധി അത് ഇന്ന് അവസാനിക്കുകയാണ്. ഇത് നിർബന്ധിതമായ ഒന്നല്ല. പൊതുജനങ്ങൾക്ക് ഔദ്യോഗിക സെൻസസ് പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ഒരു ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ആ ഡേറ്റ എന്നത് 2 ദിവസം മുമ്പുള്ള കേരളത്തിൽ നിന്നുള്ള ഡേറ്റയാണ്. നമ്മൾ വിദ്യാഭ്യാസപരമായൊക്കെ ഒട്ടേറെ മുന്നിൽ നിൽക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ നമ്മൾ ബഹുദൂരം മുന്നിലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ വിഷയങ്ങളോടുള്ള നമ്മുടെ ഒരു സമീപനം എത്രത്തോളം ക്രിയാത്മകമാണ് എന്നതിൻ്റെ ഒരു നേർചിത്രമാണ്. ഇതാ ഈ നമ്മുടെ വിവരങ്ങൾ സ്വയം നൽകുവാൻ പറ്റുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ, ഓരോ ജില്ലകളെ തിരിച്ചുകൊണ്ടുള്ള ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഈ ഏറ്റവും അധികം ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2ാം സ്ഥാനത്ത് മലപ്പുറവും 3ാം സ്ഥാനത്ത് തിരുവനന്തപുരവുമാണ് ഉള്ളത്. ഇനി പ്രിയ പ്രേക്ഷകരെ, അടുത്ത ഡേറ്റ കൂടി ഒന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെയാണ് ഈ ഫോം പൂരിപ്പിച്ചവരുടെ ഒരു വിവരങ്ങൾ, അതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയിട്ടുള്ളൂ എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഈ ഫോം പൂരിപ്പിച്ച് നൽകിയത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് ഇന്നത്തെ ഡേറ്റയല്ല, 2 ദിവസം മുമ്പ് ലഭിച്ച ഡേറ്റയാണ്. പക്ഷേ ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 1,64,000-ൽ അധികം ആളുകൾ എറണാകുളത്ത് ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതേസമയം മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് 70,000, തിരുവനന്തപുരത്ത് 64,000, തൃശ്ശൂരിൽ 51,000 എന്നിങ്ങനെയാണ് കണക്കുകൾ. നമുക്ക് മറ്റ് ജില്ലകളിൽ കൂടി കണക്കുകൾ നോക്കാം. അതിലേക്ക് വരുന്നതിന് ആ കണക്കുകളോടൊപ്പം തന്നെ ഇപ്പോൾ CV അനുമോദ് കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികരെ നമ്മുടെ നിയമസഭയിലേക്ക് അയക്കുന്ന ജില്ലയാണ്. ആ ജില്ല 2ാം സ്ഥാനത്തുണ്ട്. പക്ഷേ ആ കണക്ക് പോലും എത്രത്തോളം കുറവാണ് എന്നതാണല്ലോ ഇത്തരം പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാകുന്നതിൽ പിന്നോട്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അനുമോദ്, ഇതിപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏതെങ്കിലും സേവനമോ സൗജന്യമോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല ഈ ഡേറ്റ. അഭിലാഷ്, ഏറ്റവും അവസാനത്തെ കണക്ക് മലപ്പുറത്തെ നമുക്ക് ഇന്നലെ രാത്രി ലഭിച്ചത് ഏകദേശം 80,000-അടുത്ത് എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു 80,000-ന് മുകളിൽ പോയിരിക്കാം. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ജനങ്ങളുള്ള ജില്ലയിൽ ഈ ഒരു കണക്ക് അപര്യാപ്തമാണ് എന്ന് തന്നെ പറയാം. നമ്മളിതിൽ കാണേണ്ടത് ഇപ്രകാരമാണ്: 80,000 പേർ എന്യൂമറേഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരാൾ ചിലപ്പോൾ ആ വീട്ടിലെ 5-6 പേരുടെ നമ്പർ ആ എന്യൂമറേഷൻ ഉൾപ്പെടുത്തിയിരിക്കാം. അങ്ങനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആകപ്പാടെ ഈ എന്യൂമറേഷനിൽ പങ്കാളികളായ ജനസംഖ്യയിൽ ആകെയുള്ള ആളുകളുടെ എണ്ണം ഒരുപക്ഷെ 5 ലക്ഷമോ അതിൽ 6 ലക്ഷത്തിന് ഇടയിലായിരിക്കാം. അതായത് 40 ലക്ഷത്തോളം ജനങ്ങളുള്ള മലപ്പുറത്ത് അത് കേവലം 5% മുന്നിൽ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ആർക്കും വളരെ വേഗത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു 5-10 മിനിറ്റ് മാത്രം ചിലവാക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം
ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഈ ഡാറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കേവലം 10% പേർ മാത്രമാണ് ഈ ഒരു ഉദ്യോഗവുമായിട്ട് സഹകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് അതിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് ഒരുപാട് ജോലിഭാരം കൂടുന്ന ഒന്നാണ് എന്ന് തന്നെ വേണം കരുതുന്നത്. മാത്രമല്ല ജനങ്ങളോട് ഇതിനോടുള്ള അവരുടെ ഒരു മനോഭാവം കൂടിയാണ് ഈ കണക്കുകളൊക്കെ തന്നെ തെളിയിക്കുന്നത്. നമുക്കറിയാം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജില്ല എന്നതിനപ്പുറം സമീപകാലത്തായിട്ട് ജില്ലാ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ജില്ലയിലെ ജനസംഖ്യ എത്രയുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് മറ്റൊരു തരത്തിലേക്കുള്ള ചർച്ചകളിലും ഈ പുനഃക്രമീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പ്രായോഗികമായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ജനസംഖ്യ കൃത്യമായി അറിയേണ്ടത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഈ ഒരു മനോഭാവം ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് തീർച്ചയായും അല്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷേ ഈ പലവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളൊന്നും പൂർണ്ണമായും ഫലം കണ്ടില്ല എന്ന് വേണം കരുതുവാൻ. ഒരുപക്ഷെ മൊബൈൽ വഴി ഇത് ചെയ്യുമ്പോഴുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും പലരും തുടങ്ങിയിട്ട് ഇത് പൂർത്തീകരിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട് എന്ന് വേണം കാണുവാൻ. ഇന്നലത്തെ കണക്കിൽ 90% പേർ തുടങ്ങിയ ഈ എന്യൂമറേഷൻ സെൽഫ് പ്രോസസ് 90% പേരാണ് പൂർത്തിയാക്കി. തുടങ്ങി വെച്ചതിൽ 90% പേർ, അതായത് 10% പേർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഒരു മേഖലയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച കണക്കിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് സെൽഫായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവിടെ ഇതിനുള്ള സാഹചര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ നടന്നിട്ടുണ്ടാകാം. മറ്റ് ജില്ലകളിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് പോലും കുറവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തലസ്ഥാനമായി തിരുവനന്തപുരത്തേക്കാൾ മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് ജനസംഖ്യ കൂടുതലാണെങ്കിൽ പോലും തിരുവനന്തപുരം ഒരു ഭരണസിരാ കേന്ദ്രം എന്ന നിലയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ കുറേ കൂടി ഊർജിതമായ ശ്രമങ്ങൾ നടത്തേണ്ട ഒരു ഇടം ആയിട്ട് വേണം കാണുവാൻ. അങ്ങനെ പല ഈ കണക്കുകളൊക്കെ പൂർണ്ണമായും ജനങ്ങൾ ഇതിനോട് പൊരുത്തപ്പെട്ടോ അല്ലെങ്കിൽ അവരിതുമായിട്ട് സഹകരിക്കുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നാണെങ്കിലും അടുത്ത ദിവസം മുതൽ ഈ ജനസംഖ്യ വിവരശേഖരണത്തിനായിട്ട് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കുറേ കൂടി വിവരങ്ങൾ എന്തായാലും ലഭിക്കും. അവരുടെ ഈ ഒരു പ്രവർത്തനം അത് സുഗമമാക്കുവാനും ജനങ്ങൾക്ക് ഇതിനോടുള്ള മനോഭാവം എങ്ങനെയുള്ളത് അറിയാൻ കൂടിയാണ് ഈ സെൽഫ് ഇനോമറേഷൻ തുടങ്ങി വെച്ചിരുന്നത്. എന്നാണെങ്കിൽ ഇന്നിപ്പോൾ പൂർത്തീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും പ്രതീക്ഷിച്ച ഫലം കണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം അത്ര എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നതല്ല. ഒരുപക്ഷെ കണക്കുകളായിരിക്കും അത് കൃത്യമായിട്ട് പറയുന്നത്. അഭിലാഷ്. യെസ്, അതായത് ഇതിൽ നിന്ന് ഈ സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് മലപ്പുറത്ത് 80,000 എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അനുമോദം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഇതത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നല്ല. പക്ഷേ ഈ ആളുകൾക്ക് ഇപ്പോഴും ഈ സെൻസസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ടോ? അതായത് തങ്ങൾ പല ഡോക്യുമെൻറ്റുകളും ചിലപ്പോൾ നൽകിയതിനോട് പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാകണമെന്നില്ല ഇപ്പോഴത്തേത്. ഇതിലെ നിരവധിയായ ചോദ്യങ്ങളുണ്ട്. നമ്മുടെ വീട് ആയി ബന്ധപ്പെട്ട് അത് നിർമ്മിച്ചത് എങ്ങനെ എന്നുള്ളത്, അതിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് എന്നത്, അംഗബലം അനുസരിച്ച് ഇതൊക്കെ ചോദ്യങ്ങളായി വരുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഇപ്പോഴും കേരളം മുക്തമായിട്ടില്ല ഒരു വലിയ വിഭാഗം ആളുകൾ എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത് അനുമോദം? അഭിലാഷ്, ഈ ഒരു ചോദ്യാവലി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൊരിക്കലും വരുമാനത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. മറിച്ച് എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതേപോലെ വരുമാനം മാത്രമല്ല, വീടിൻ്റെ വിസ്തീർണമോ സ്ഥലത്തിൻ്റെ അളവോ അങ്ങനെ യാതൊന്നും ഇതിൽ ചോദിക്കുന്നില്ല. അതിൽ ചോദിക്കുന്നത് വീട് എന്തുകൊണ്ട് നിർമ്മിച്ചു എന്നുള്ളതാണ്, മേൽക്കൂര എന്താണ് എന്നുള്ളതാണ്, നിലം എന്തുകൊണ്ടുണ്ടാക്കി എന്നുള്ളതാണ്, വീട്ടിലെ സൗകര്യം, അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. റേഡിയോ ഉണ്ടോ, TV ഉണ്ടോ, ഇൻ്റർനെറ്റ് ഉണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, ഇത്തരത്തിൽ ലളിതമായ കാര്യങ്ങളാണ്. അതല്ലാതെ AC ഉണ്ടോ, ആഡംബര ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല. പിന്നെ രണ്ടാമതായിട്ട് ഈ സ്വത്ത് വിവരങ്ങളല്ല ഇവിടെ ശേഖരിക്കുന്നത് എന്നതാണ് ജനങ്ങൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് സ്വത്ത് വിവരങ്ങളല്ല ഇവരുടെ ശേഖരിക്കുന്നത്. ജനസംഖ്യ ഒരു എത്ര പേർ ആ ഒരു വീട്ടിൽ ഉണ്ട്, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ, അവർ ഒരു അടച്ചുറപ്പുള്ള വീട്ടിലാണോ താമസം, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ, അവർ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ്, അരിയാണോ, ഗോതമ്പാണോ, വജ്രയാണോ, ഇത് ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അവർക്ക് LPG ഉണ്ടോ, അതോ മണ്ണെണ്ണയാണോ, അതോ വിറകാണോ, അങ്ങനെ വെറും അടിസ്ഥാനപരമായ സിമ്പിളായ ലളിതമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് പൂർണ്ണമായും എത്തിയിട്ടില്ല എന്ന് വേണം ഇതിനോടുള്ള ആ ഒരു മനോഭാവം കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഇവരുടെ സ്വത്ത് മുഴുവൻ ശേഖരിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ആനുകൂല്യങ്ങൾ മുടക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്നൊരു ആശങ്കയൊന്നും ഇതിലൂടെ ഈ ചോദ്യാവലിയുടെ കടന്നു പോകുമ്പോൾ ആർക്കും മനസ്സിലാകുന്നത് വളരെ ലളിതമായ ഒന്നാണ്. ഇതിലാകപ്പാട് അല്പം
ബുദ്ധിമുട്ടുണ്ടാക്കുക ആ ലൊക്കേഷൻ ഫൈൻഡർ മാത്രമാണ്. അതും ആ മൂന്നാമതായിട്ട് എവിടെയാണ് നമ്മുടെ വീടെന്ന് അടിച്ചു കൊടുത്താൽ ആ മാപ്പ് വഴി സൂം ചെയ്ത് കൃത്യമായി എത്താനും സാധിക്കും. ഇത് കൃത്യമായി ജനങ്ങളിലേക്ക് ഈ ഒരു സേവനം എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം ഈ ഒരു കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. തീർച്ചയായും അവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇത് അത്ര സങ്കീർണമായ ഒന്നല്ല. പ്രത്യേകിച്ച് നമുക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോം ഫിൽ ചെയ്താൽ തീർച്ചയായും സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ അത് ഉപകാരപ്രദമാകും. അവർക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കി പോകാം എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലൊക്കെ ഈ സെൻസസിന് വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ആട്ടിപ്പായിക്കുന്ന കുടുംബങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നൽകുന്ന വിവരങ്ങൾ വിവരാവകാശപ്രകാരം പോലും അപേക്ഷ നൽകിയാലും നൽകുന്ന വിവരങ്ങളല്ല, അത്രമേൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് സൂക്ഷിക്കുക. നമ്മുടെ ജീവിത നിലവാരം അറിയുക. നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.